ആശമാരുടെ സമരത്തിൽ വലിയ രീതിയിലുള്ള സംഘർഷമാണ് ഉടലെടുത്തിരിക്കുന്നത്. ക്ലിഫ് ഹൗസിലേക്കാണ് ആശമാർ മാർച്ച് നടത്തിയത്. മുഖ്യമന്ത്രിയെ നേരിൽ കാണാനുള്ള ശ്രമമായിരുന്നു അവർക്ക്. ആശമാർ ബാരിക്കേഡിന് മുകളിലൂടെ ചാടാൻ ശ്രമിക്കുകയും ചെയ്തു. പോലീസ് പലതവണ ജലപീരങ്കി പ്രയോഗിച്ചു. പ്രശാന്തിലേക്ക് പോകുന്നു. പ്രശാന്ത്, തങ്ങൾ പിന്നോട്ടില്ല എന്നുറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ആശമാർ ക്ലിഫ് ഹൗസിന് മുന്നിലേക്ക് എത്തിയത്. ബാരിക്കേഡ് ഉപയോഗിച്ച് മാർച്ച് തടഞ്ഞുവെങ്കിലും ബാരിക്കേഡിന് മുകളിലൂടെ കയറി അപ്പുറത്തേക്ക് കടക്കാൻ ആശമാർ പലതവണ ശ്രമിച്ചു. പോലീസും 5ലേറെ തവണ ജലപീരങ്കി പ്രയോഗിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. നിലവിൽ അവിടെ എന്താണ് അവസ്ഥ? സംഘർഷ സാഹചര്യം ഉടലെടുത്തിരുന്നല്ലോ. സംഘർഷഭരിതമായിട്ടുള്ള അന്തരീക്ഷത്തിൽ കൂടിയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. വലിയ രീതിയിൽ പ്രതിഷേധം ശക്തമാകുന്ന സാഹചര്യമുണ്ട്. പോലീസ് ജീപ്പിന് മുന്നിൽ പ്രവർത്തകർ പ്രതിഷേധിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ശക്തമായ മഴയുണ്ട്, ശക്തമായ മഴ. ആ മഴയത്തും ശക്തമായ മഴയിലും പ്രതിഷേധം തളരാതെ പ്രവർത്തകർ പ്രതിഷേധിക്കുന്ന ഒരു കാഴ്ച നമുക്ക് ഇവിടുന്ന് കാണാൻ കഴിയും. മഴ കനക്കുന്ന ഒരു സാഹചര്യമാണ്. അതിനിടയിലാണ് പോലീസ് ഉദ്യോഗസ്ഥർ ഈ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാനും ശ്രമം നടത്തിയത്. പോലീസ് ജീപ്പ് ഉപയോഗിച്ച് പോലീസ് ജീപ്പ് സമരസ്ഥലത്തേക്ക് കൊണ്ടെത്തിക്കുകയും അവിടെ നിന്നും അറസ്റ്റ് ചെയ്ത് നീക്കാനും ശ്രമം നടത്തി. എന്നാൽ അതോടുകൂടി പ്രവർത്തകരും പോലീസും തമ്മിൽ ഒന്നും തള്ളുമായി. ഇപ്പോൾ അറസ്റ്റ് ചെയ്ത പ്രവർത്തകരെ പോലീസ് ജീപ്പിൽ നിന്നും വലിച്ചിറക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണുകയാണ്. വലിയ രീതിയിൽ സംഘർഷഭരിതമായിട്ടൊരു അന്തരീക്ഷത്തിൽ കൂടിയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ആശമാരുടെ സമരം ശക്തമാകുന്ന ഒരു സാഹചര്യം. ഇന്ന് രാവിലെ മുതൽ ആരംഭിച്ച സമരമാണ്. ഇന്ന് രാവിലെ മുതൽ ആരംഭിച്ച സമരം വലിയ സംഘർഷത്തിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നു. പോലീസും പ്രവർത്തകരും തമ്മിൽ ഒന്നും തള്ളും ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിലനിൽക്കുന്നു. മുഖ്യമന്ത്രിയെ കണ്ടിട്ട് തങ്ങൾ ഇവിടെ നിന്ന് പിൻവാങ്ങൂ എന്നായിരുന്നു ആശമാർ പറഞ്ഞത്. എന്നാൽ മുഖ്യമന്ത്രി കൂട്ടാക്കാൻ തയ്യാറായില്ല. ഇതോടെ സമരം ശക്തമായി. സമരം ഇപ്പോൾ ക്ലിഫ് ഹൗസിന്റെ ബാരിക്കേഡ് വെച്ച സ്ഥലത്ത് നിന്നും മുന്നോട്ട് മാറിക്കൊണ്ട് ഈ ദേവസ്വം ജംഗ്ഷനിലേക്ക് എത്തി നിൽക്കുകയാണ്. അവിടെ പോലീസ് ജീപ്പിന് മുന്നിൽ അറസ്റ്റ് ചെയ്യാനൊരു ശ്രമം പോലീസ് നടത്തിയിരുന്നു. അങ്ങനെ അറസ്റ്റ് ചെയ്ത പ്രവർത്തകരെ ഈ മറ്റ് ആശാപ്രവർത്തകർ ചേർന്ന് ജീപ്പിൽ നിന്നും പുറത്തിറക്കുന്ന ഒരു ദൃശ്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വലിയ രീതിയിൽ സംഘർഷഭരിതമായ ഒരു നിലയിലേക്ക് ആശാസമരത്തെ എത്തിയിരിക്കുന്നു എന്ന് വേണം നമുക്ക് പറയേണ്ടിയിരിക്കുന്നത്. വലിയ ന്യായമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ടോണറവിയും അതോടൊപ്പം തന്നെ വിരമിക്കലാനുകൂല്യം അടക്കമുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് കഴിഞ്ഞ 8 മാസക്കാലമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരമിരിക്കുന്ന ആശാപ്രവർത്തകർക്ക് നേരെയാണ് പോലീസ് ഇത്തരത്തിലുള്ള പ്രയോഗങ്ങൾ നടക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. നമുക്കറിയാം, ഈ 8 മാസവും ആശമാരെ കേൾക്കുവാൻ മുഖ്യമന്ത്രി തയ്യാറായില്ല. മുഖ്യമന്ത്രിയോ മറ്റു മന്ത്രിമാരോ തയ്യാറായില്ലെന്ന് മാത്രമല്ല, CPM-ന്റെ നേതാക്കളടക്കം അപമാനിക്കുന്ന ഒരു സംഭവവും സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതിനെയും അവഗണിച്ചുകൊണ്ട്, പ്രതികൂല കാലാവസ്ഥയും അവഗണിച്ചുകൊണ്ടാണ് ആശാപ്രവർത്തകർ ഇത്രയും കാലം സമരം ചെയ്തത്. അതിൽ അവരുടെ ഏറ്റവും അവസാനത്തേത്, അതായത് ഈ സമരം വിജയിക്കണം അല്ലെങ്കിൽ തങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റണമെന്നതടക്കമുള്ളവ പറഞ്ഞുകൊണ്ടാണ് ഏറ്റവും ഒടുവിലായി ക്ലിഫ് ഹൗസിന് മുന്നിലേക്ക് സമരവുമായി ആശമാർ എത്തിയത്. എന്നാൽ ആ സമരവും ഇപ്പോൾ സംഘർഷത്തിലേക്ക് കലാശിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. പ്രതിഷേധിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്യാൻ നീക്കം നടത്തി. അതായത് ബാരിക്കേഡിന് മുമ്പിൽ ദേവസ്വം ജംഗ്ഷനിൽ വെച്ച് പോലീസ് എത്തുന്ന സാഹചര്യം ഉണ്ടായി. പോലീസ് എത്തിക്കൊണ്ട് അവരെ അറസ്റ്റ് ചെയ്യുന്ന നിലയിലേക്ക് എത്തി. ഇതോടുകൂടിയാണ് വീണ്ടും ഒന്നും തള്ളും ഉണ്ടാകുന്ന ഒരു നിലയിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. വലിയ രീതിയിലുള്ള പ്രതിഷേധം ആശമാർ നടത്തുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് എത്തി നിൽക്കുന്നത്. ഇപ്പോൾ പോലീസിന്റെ ജീപ്പിന് മുന്നിൽ ആശമാർ തടിച്ചുകൂടിയിരിക്കുന്നു. പോലീസ് ഉദ്യോഗസ്ഥരുമുണ്ട്. മുമ്പിൽ പോലീസും ആശമാരും തമ്മിലുള്ള ഒരു ഉന്തും തള്ളും നടക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നത്. ശക്തമായ പ്രതിഷേധമാണ്, ശക്തമായ സമരവും ശക്തമായ പ്രക്ഷോഭവും നടക്കുന്നു. കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരടക്കം ഇവിടേക്ക് എത്തുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ വലിയ സംഘർഷഭരിതമായ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് തലസ്ഥാനം കടന്നു പോകുന്നത്. നമുക്കറിയാം, ഇത്തരത്തിലുള്ള സംഘർഷത്തിലേക്ക് എത്തിച്ചേർത്തതിൽ പോലീസിനുമടക്കം പങ്ക് തള്ളിക്കളയാൻ കഴിയില്ല. കാരണം ഈ സമരത്തെ സമാധാനപരമായി തീർക്കേണ്ട ഒരു സാഹചര്യം പോലീസിന്റെ ഭാഗത്തും ഉണ്ടായിരുന്നു. പ്രശാന്ത് പോകുകയാണ്. വലിയ രീതിയിലുള്ള സംഘർഷ സാഹചര്യം തന്നെയാണ് അവിടെ ഉടലെടുത്തിരിക്കുന്നത്. പിന്നോട്ടില്ല എന്നുറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ആശമാർ ക്ലിഫ് ഹൗസിലേക്ക് മാർച്ച് നടത്തിയത്. പോലീസ് പലതവണ ജലപീരങ്കി പ്രയോഗിച്ചു. പക്ഷേ ആ ജലപീരങ്കി പ്രയോഗത്തിനൊന്നും ആശമാരുടെ സമരവീര്യം കെടുത്താനായില്ല എന്നുള്ളത് തന്നെയാണ്. ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചുകൊണ്ട്, പ്രതിഷേധം ആളിക്കത്തിച്ചുകൊണ്ട് തന്നെയാണ് ആശമാർ മുന്നോട്ട് നീങ്ങിയത്. ഓരോ ചുവടും വെച്ച് ഇപ്പോൾ അവർ അവിടെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. പോലീസ് അടുത്ത നടപടി എന്നോണം അറസ്റ്റിലേക്ക് കടക്കുന്നു എന്നുള്ള വിവരങ്ങളും അറിയാൻ കഴിയുന്നുണ്ട്. പ്രശാന്ത് പറയൂ.
ആശമാരുടെ പ്രതിഷേധം ക്ലിഫ് ഹൗസിന് മുന്നിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് അലയടിച്ചത്. പോലീസ് പലതവണ ജലപീരങ്കി പ്രയോഗിച്ചുവെങ്കിലും ആശമാർ പിന്നോട്ടു പോയില്ല. തങ്ങളുടെ ആവശ്യങ്ങൾ സാധിച്ചു തരാത്ത സർക്കാരിനെതിരെയുള്ള കടുത്ത പ്രതിഷേധം തന്നെയാണ് അവർ ക്ലിഫ് ഹൗസിന് മുന്നിൽ കാണിച്ചത്. പ്രശാന്ത്, പോലീസ് ഇപ്പോൾ നിലവിൽ ഏത് രീതിയിലുള്ള നടപടികളിലേക്കാണ് കടന്നിരിക്കുന്നത്? ആശമാർ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണല്ലോ. അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടന്നാൽ ഒരു പക്ഷേ ഇനിയും സംഘർഷ സാഹചര്യം ഉടലെടുക്കുകയില്ലേ? നടന്നുകൊണ്ടിരിക്കുകയാണ്. റോഡിൽ കുത്തിയിരുന്നുകൊണ്ടാണ് പ്രവർത്തകർ പ്രതിഷേധിക്കുന്നത്. ഈ പോലീസ് പ്രവർത്തകരുടെ മൈക്ക് പിടിച്ചു പറിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഉറപ്പായിട്ടും പിണറായി പോലീസിന്റെ ഗുണ്ടായിസമാണ്. ഗുണ്ടായിസം തന്നെയാണ്. ഞങ്ങൾ ഇത്രയും നാൾ ഇവിടെ സമരം ചെയ്തു, സമരമാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ ഞങ്ങളെ പ്രകോപിതരാക്കിയത് പിണറായി പോലീസ് തന്നെയാണ്. ഞങ്ങൾ പാട്ടകുലി പൈസ ആശമാരുടെ ക്ലിഫ് ഹൗസ് മാർച്ചിൽ സംഘർഷം. പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് മാർച്ച് തടയാൻ ശ്രമിച്ചു. ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് പലതവണ ജലപീരങ്കി പ്രയോഗിച്ചു. ഒടുവിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച പ്രവർത്തകർക്ക് നേരെ, ആശമാർക്ക് നേരെ പോലീസ് ബലപ്രയോഗം നടത്തുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി. പോലീസ് വാഹനം കടന്നു പോകുന്നതിനിടെ ആശമാരുടെ പുറത്തേക്ക് തട്ടാനുള്ള ഒരു സാഹചര്യം കൂടി ഉണ്ടായി അവിടെ. അതിനാൽ വലിയ രീതിയിൽ പ്രകോപിതരായിരിക്കുകയാണ് ആശമാർ. പ്രശാന്ത്, കേൾക്കാൻ കഴിയുന്നുണ്ടോ? ആശമാരുടെ പ്രതിഷേധം ഇപ്പോൾ ഏത് രീതിയിലാണ്? അവർ അതിശക്തമായ പ്രതിഷേധ സ്വരം ഉന്നയിച്ചുകൊണ്ടാണല്ലോ റോഡിൽ കുത്തിയിരിക്കുന്നത്. ശക്തമായ പ്രതിഷേധം തന്നെയാണ് റോഡിൽ കുത്തിയിരുന്നുകൊണ്ട് ആശാപ്രവർത്തകർ പ്രതിഷേധിക്കുന്നത്. ശക്തമായ പ്രതിഷേധം. പോലീസ് വാഹനത്തെ തടഞ്ഞുകൊണ്ടാണ് ഈ പ്രവർത്തകർ പ്രതിഷേധിക്കുന്നത്. പ്രതിഷേധക്കാരുടെ മൈക്ക് പോലീസ് പിടിച്ചെടുത്തു ബലമായി. ഇതോടുകൂടി തന്നെയാണ് പോലീസും പ്രവർത്തകരും തമ്മിൽ ഒരു ഉന്തും തള്ളും ഉണ്ടാകുന്നത്. സ്പീക്കറടക്കം പിടിച്ചെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതോടുകൂടി പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. അതിനുശേഷം തങ്ങളുടെ മൈക്കും സ്പീക്കറും അനുബന്ധ സാധനങ്ങളും തിരിച്ചു നൽകാതെ തങ്ങൾ തിരിച്ചു പോകില്ല എന്ന് പോലീസ് പറഞ്ഞു. പോലീസിനോട് പ്രവർത്തകർ പറഞ്ഞു. ഇതോടെ പോലീസ് വാഹനത്തിന് മുന്നിൽ പ്രവർത്തകർ കുത്തിയിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിനുശേഷം പോലീസ് വാഹനത്തിന് മുകളിൽ കുത്തിയിരുന്നതോടുകൂടി തന്നെ വാഹനം ഉപയോഗിച്ച് ഈ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച പ്രവർത്തകരുടെ മുകളിലേക്ക് വാഹനം കയറ്റിയിറക്കാൻ ഒരു ശ്രമം നടന്നു പോലീസിന്റെ ഭാഗത്ത്. ഇപ്പോൾ ഈ പ്രതിഷേധക്കാരുടെ മൈക്കും അനുബന്ധ സാധനങ്ങളും ഇവിടെ നിന്നും അഴിച്ചു മാറ്റുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. പോലീസിന്റെ ഭാഗത്തു നിന്നും കടുത്ത നടപടി പോലീസിന്റെ ഭാഗത്തുണ്ടായിരിക്കുന്നു. പ്രതിഷേധക്കാരോട് കടുത്ത നടപടിയാണ് ഇപ്പോൾ പോലീസും സ്വീകരിച്ചിരിക്കുന്നത്. നേരത്തെ വലിയ രീതിയിലുള്ള ഒന്നും തള്ളുമെല്ലാം ഉണ്ടായെങ്കിൽ അത് ഒരുകൂടി കടന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. കനത്ത പ്രതിഷേധം. ആശാസമരത്തും രണ്ട് ഭാഗങ്ങളായി തിരിഞ്ഞ് രണ്ട് സ്ഥലങ്ങളിലായി തിരിഞ്ഞുകൊണ്ട് പ്രതിഷേധം ശക്തമാക്കുന്ന ഒരു സാഹചര്യം. ഒന്ന് ഈ ബാരിക്കേഡ് നിൽക്കുന്ന സ്ഥലത്തും അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡ് ജംഗ്ഷനിലും ശക്തമായ രീതിയിൽ പ്രതിഷേധിക്കുകയാണ് പ്രവർത്തകർ. ബാരിക്കേഡ് നിൽക്കുന്ന സ്ഥലത്താണ് ഈ ബോക്സും അടക്കമുള്ള സാധനങ്ങൾ, മൈക്കും അനുബന്ധ സാധനങ്ങളും ഉള്ളത്. അത് അഴിച്ചു മാറ്റുന്നു. അത് തടയാൻ പ്രവർത്തകർ നിൽക്കുന്നു. അതോടൊപ്പം തന്നെ മറ്റൊരിടത്തായി, അതായത് ദേവസ്വം ബോർഡ് ജംഗ്ഷനിൽ പോലീസ് വാഹനം തടഞ്ഞു വെച്ചുകൊണ്ടൊരു പ്രതിഷേധം നടക്കുന്നു. അവിടെ കുത്തിയിരുന്ന് വാഹനത്തിന് മുന്നിൽ കുത്തിയിരുന്നു കൊണ്ട് തന്നെ പ്രവർത്തകർ പ്രതിഷേധിക്കുന്നു. അവിടെ നിന്ന് മാറാൻ തയ്യാറല്ല എന്നാണ് പ്രവർത്തകർ പറയുന്നത്. അങ്ങനെ രണ്ട് തരത്തിൽ പ്രതിഷേധം കൂടുതൽ ശക്തമാക്കുകയാണ്. ആശാസമരം നമ്മൾ ഇതുവരെ കണ്ടത് സഹനസമരമാണെങ്കിൽ ആ സഹനസമരത്തെ ഒരു പടി കൂടി കടന്നുകൊണ്ട് ഈ പോലീസുമായി നേരിടുന്ന തരത്തിലേക്ക് സമരം എത്തിച്ചേരുന്നു. ഇപ്പോൾ റോഡിൽ പോലീസ് ജീപ്പിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. ശക്തമായ പ്രതിഷേധം. ഡിവൈഎസ്പി അടക്കമുള്ളവർ സ്ഥലത്തെത്തിയിട്ടുണ്ടെങ്കിൽ പോലും അതിന് വഴങ്ങാത്ത ഒരു സാഹചര്യത്തിലേക്കാണ് ഈ പ്രവർത്തകരും എത്തിയിരിക്കുന്നത്. വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ ഓരോ പ്രവർത്തകരെയും അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ഒരു നടപടിയിലേക്ക് പോലീസ് കടന്നിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ദൃശ്യങ്ങളിലൂടെ കാണാൻ കഴിയുന്നത്. നേരത്തെ ഉണ്ടായ സമരം മറ്റൊരു തലത്തിലേക്ക് മാറി പോകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. പോലീസിന്റെ ഭാഗത്ത് നടപടികൾ ആരംഭിച്ചിരിക്കുന്നു. പ്രവർത്തകരെ ഓരോരുത്തരെയും അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. തറയിൽ കുത്തിയിരുന്നുകൊണ്ട് പോലീസ് വാഹനത്തിന് മുന്നിൽ പ്രതിഷേധിച്ച പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന നിലയിലേക്ക് പോലീസ് എത്തുന്നു. റോഡിൽ കൂടി വലിച്ചഴിച്ചുകൊണ്ടാണ് വാഹനത്തിലേക്ക് നീക്കാനുള്ള ശ്രമം നടക്കുന്നത്. ക്ലിഫ് ഹൗസ് മാർച്ച്, ആശാ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ നടന്ന ക്ലിഫ് ഹൗസ് മാർച്ച് സംഘർഷത്തിലേക്ക് എത്തി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ നിൽക്കുന്നത്. പോലീസ് വാഹനം ഈ പ്രവർത്തകരെ മറിച്ചിട്ടുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ശ്രമങ്ങൾ പോലീസ് വാഹനം നടത്തുന്നുണ്ട്. യാതൊരു ദയയും കാണിക്കാതെയാണ് ഈ പ്രവർത്തകരോട് യാതൊരു തരത്തിലുള്ള ദയയും കാണിക്കാതെയാണ് ഈ പോലീസ് വാഹനം മുന്നോട്ടെടുക്കുന്നത്. ഇപ്പോഴും ഒരു വനിതാ
വനിതാ പ്രവർത്തക പോലീസ് വാഹനത്തിന് മുന്നിൽ തന്നെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്ന ആ വാഹനത്തിന് മുന്നിലുള്ള പോലീസും ആ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നിടത്ത് തന്നെ പോലീസും നിലയുറപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ വലിയ രീതിയിലുള്ള പ്രതിഷേധം യുദ്ധസമാനമായ ഒരു സാഹചര്യം ആശാസമരത്തിലേക്ക് എത്തിച്ചിരിക്കുന്നു. ഇതുവരെ കണ്ടത് സഹന സമരമാണെങ്കിൽ ആ സഹന സമരം ഒരു പടി കൂടി കടന്നുകൊണ്ട് സഹനം വെടിഞ്ഞുകൊണ്ട് ആശമാർ പ്രതിരോധത്തിന്റെ ഭാഷ സ്വീകരിച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. പ്രതിഷേധത്തിന്റെ ഭാഷ സ്വീകരിച്ചിരിക്കുന്നതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ശക്തമായ രീതിയിൽ പോലീസും ഈ പ്രവർത്തകർക്കെതിരെ നടപടി സ്വീകരിക്കുകയാണ്. ആശാസമരം ശക്തമായ രീതിയിൽ ആശാസമരത്തെ നേരിടുന്നതിനുള്ള നീക്കങ്ങൾ പോലീസും ആരംഭിച്ചിരിക്കുന്നു. വലിയ രീതിയിലുള്ള പ്രതിഷേധം ഈ ശക്തമാകുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നു. ദേവസ്വം ബോർഡ് ജംഗ്ഷനിൽ പ്രതിഷേധ തിരയുയർത്തുകയാണ് ആശമാർ. കനത്ത പ്രതിഷേധം ശക്തമായ. അതെ പ്രശാന്ത്, നിലവിലിപ്പോൾ ആശമാർ റോഡിൽ നിലയുറപ്പിച്ചിട്ടുണ്ട്. അവർ പലരും കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നുണ്ട്. അതിന് ചുറ്റിനും ആശാപ്രവർത്തകരൊക്കെ തന്നെ തമ്പടിച്ചിട്ടുണ്ട്. നമുക്ക് കാണാൻ കഴിയുന്നത് വനിതാ പോലീസുകാർ ചേർന്ന് ബലപ്രയോഗത്തിലൂടെ ഇവരെ അവിടെ നിന്നും നീക്കുന്നതാണ്. വല്ലാതെ ഇവരെ പ്രവർത്തകരെ ഇങ്ങനെ തള്ളി നീക്കുന്ന കാഴ്ച, അവരുടെ ശരീരത്തിൽ വലിയ രീതിയിൽ സമ്മർദ്ദം ചെലുത്തി തള്ളി നീക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. റോഡിൽ നിന്ന് അവരെ പിടിച്ചു വലിക്കുന്നുണ്ട്. ഇപ്പോൾ പുരുഷ പോലീസ് കൂടി ആ വനിതാ പോലീസിന്റെ മറവിൽ നിന്നുകൊണ്ട് തള്ളുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ആ വാഹനം കടത്തിവിടാനുള്ള, പോലീസ് വാഹനം കടത്തിവിടാനുള്ള ശ്രമമാണോ ഇപ്പോൾ നടക്കുന്നത്? ഈ പ്രവർത്തകരുടെ പ്രതിരോധം ലഭിക്കുന്ന പോലീസ് ഒരു സാഹചര്യമുണ്ടായി. പ്രവർത്തകർ ഇപ്പോഴും പ്രസവത്തിന് മുന്നിൽ തന്നെ പ്രതിഷേധിച്ചുകൊണ്ട് നിലയുറപ്പിക്കുവാൻ തന്നെയാണ് തീരുമാനം. അവരും മുന്നോട്ട് പോകുന്നതായിട്ടാണ് പ്രവർത്തകരും പറഞ്ഞിരിക്കുന്നത്. ശക്തമായ രീതിയിൽ പ്രവർത്തകർ ആശാപ്രവർത്തകർ പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യമാണ്. ശക്തമായ ശരി ശരി പ്രശാന്ത്, തുടരുക. നമുക്ക് തത്സമയ ദൃശ്യങ്ങളിലേക്ക് പോകാം. ഒരുപക്ഷെ അവരുടെ പ്രതികരണം അല്ലെങ്കിൽ അവരുടെ പ്രതിഷേധ സ്വരം നമുക്ക് കേൾക്കാൻ കഴിയും. ഞങ്ങളുടെ മൈക്കും ഞങ്ങളുടെ സാധനങ്ങളെല്ലാം പോലീസ് എടുത്തോണ്ട് പോയി. ഞങ്ങൾ ഇത്രയും നേരം സമാധാനപരമായിട്ട് അവിടെ സമരം ചെയ്തുകൊണ്ടിരുന്നതാണ്. അതിനെല്ലാ പെർമിഷൻ സംഗതികളാണ് അത് എടുത്തോണ്ട് പോയി സർക്കാർ. പോലീസ് വാഹനം കയറ്റിയിറക്കുന്ന നിലയിലേക്ക് എത്തിയോ? ഞങ്ങൾ പക്ഷെ ഞങ്ങളെ പിടിച്ചു. അവരുടെ പ്രതികരണമാണ് കണ്ടത്. അവർ മാർച്ചിൽ കൊണ്ടുവന്ന മൈക്കും സ്പീക്കറും അടക്കം പോലീസ് പിടിച്ചു വാങ്ങുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഒരുപക്ഷെ അവരുടെ പ്രതിഷേധ സ്വരം ഉച്ചത്തിൽ വരാതിരിക്കാനുള്ള നടപടിയാണ് പോലീസ് അവരോട് ആദ്യം ചെയ്തത്. അതിനുശേഷം റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച ആശാപ്രവർത്തകരെ വലിച്ചു നീക്കി തള്ളി മാറ്റുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ്. ഒരു പോലീസ് വാഹനം കടത്തിവിടുന്നതിന് വേണ്ടി അവരുടെ മേൽ വലിയ രീതിയിൽ പിടിച്ചു തള്ളലടക്കമുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞതാണ്. പ്രശാന്ത്, പ്രതിഷേധക്കാർ എന്താണ് പറയുന്നത്? അവർ പ്രതിഷേധം അറിയിക്കുന്നതിനായി കൊണ്ടുവന്ന മൈക്കും സ്പീക്കറും വരെ പോലീസ് അവിടെ നിന്നും പിടിച്ച് വാങ്ങുന്നൊരു സാഹചര്യമുണ്ടായി. റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച ആശാപ്രവർത്തകരെ വലിച്ചു തള്ളുന്ന സാഹചര്യമുണ്ടായി. ഇപ്പോൾ നിലവിൽ ഇവരെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്ന നടപടികളിലേക്ക് ഉൾപ്പെടെ കടന്നിരിക്കുകയാണോ? ഞങ്ങൾ തള്ളിയിട്ടിട്ടാണ് കൊണ്ടുപോയത് ആ വണ്ടിയായിട്ട്. നമ്മൾ എന്ത് കഷ്ടപ്പെട്ടിട്ടാണ് ഈ സമരത്തിന് നമ്മൾ ഈ മഴയത്ത് നേരത്തെ എവിടെയല്ലേ വരുത്തിയത്? എന്തിനാണ് നമ്മളിങ്ങനെ കഷ്ടപ്പെടുത്തുന്നത്? നമ്മളെ അത്രയ്ക്ക് കഷ്ടപ്പെട്ടിട്ടാണ് വരുന്നത്.